ഹായ് ഓൾ, വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. എല്ലാവർക്കും ഹാപ്പി വിഷു. നിങ്ങൾ വിഷു ഒക്കെ ആഘോഷിച്ചോ? നിങ്ങൾ കണിയൊക്കെ വെച്ച് ഫുഡൊക്കെ അടിപൊളിയാക്കി കഴിച്ചോ? നമ്മൾ വിഷു ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഒരു 4 മൂവീസ് കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അടുപ്പിച്ച്. അപ്പോൾ ആ മൂവീസിൻ്റെ റിവ്യൂസാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഫസ്റ്റ് കണ്ട മൂവിയാണ് എമ്പുരാൻ. ലൂസിഫറിന് ശേഷം വന്ന മൂവി ആയതുകൊണ്ട് ലൂസിഫറിൻ്റെ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് എമ്പുരാൻ കാണാൻ പോയത്. മൂവിയുടെ ഫുൾ മേക്കിംഗ് പറയുകയാണെങ്കിൽ അതിൻ്റെ ക്യാമറ വർക്കും സ്റ്റണ്ടും അത് എടുത്ത രീതിയൊക്കെ നല്ല ഹോളിവുഡ് സ്റ്റൈലിലാണ് എടുത്തിരിക്കുന്നത്. അതിന് ശരിക്കും പൃഥ്വിരാജ് കൈയ്യടി അർഹിക്കുന്നത് തന്നെയാണ്. പക്ഷേങ്കിൽ മൂവിയുടെ ഫസ്റ്റ് 30 മിനിറ്റ്സ് വളരെ എൻഗേജിങ്ങും ത്രില്ലിങ്ങും ആയിരുന്നു. നമുക്ക് മസൂദിൻ്റെ ചൈൽഡ്ഹുഡും മസൂദിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് 30 മിനിറ്റ്സിൽ കാണിക്കുന്നത്. അത് ശരിക്കും ക്യാച്ച് ചെയ്യായിരുന്നു. ആ മൂവി കണ്ടു തുടങ്ങുമ്പോൾ നമ്മളുടെ ഒരു ധാരണ ഇതായിരിക്കും ഈ മൂവി ഫുള്ള് എന്നാണ്. പക്ഷേങ്കിൽ ഈ 30 മിനിറ്റ്സ് കഴിഞ്ഞ് സാധാരണ ഒരു മാസ് മൂവി കാണുന്ന ഒരു രീതിയിലേക്ക് പിന്നീട് ഈ മൂവി മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൂസിഫറിലുള്ള പോലത്തെ ക്യാച്ചി ഡയലോഗ്സോ സീൻസോ ഒന്നും തന്നെ എമ്പുരാനിലുണ്ടായിരുന്നില്ല. എമ്പുരാൻ ഒരു ഓർഡിനറി മൂവിയാക്കിയാണ് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വന്നിരുന്നത്. അത് മാത്രമല്ല സ്റ്റോറിയിലും സ്ക്രിപ്റ്റിലും കുറച്ചുകൂടെ ശ്രദ്ധിക്കായിരുന്നു, കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് ചെയ്യാമായിരുന്നു, എങ്കിലൊരു ബെറ്റർ മൂവി ആയിരുന്നേനെന്നാണ് മൂവി കണ്ടപ്പോൾ തോന്നിയത്. ഇതിനകത്ത് നമുക്കിങ്ങനെ എടുത്തു പറയാനുള്ളൊരു ഡയലോഗോ എടുത്തു പറയാനുള്ളൊരു മാസ് സീനോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തിയേറ്ററിൽ പോയി കാണണം എന്ന ഒരു നിർബന്ധം ഇല്ലാത്തൊരു മൂവിയാണ്. OTTയിൽ തീർച്ചയായിട്ടും കണ്ടാൽ മതിയാവും. മാത്രമല്ല ഇനി ഈ എമ്പുരാൻ്റെ 3rd പാർട്ട് വരാൻ പോവാണ്. അപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാനൊക്കെ ഇത് ഇനി അടുത്ത മൂവി എന്തായാലും തിയേറ്ററിൽ പോയി കാണില്ല, അതിന് തക്ക മെച്ചമായിരുന്നില്ല 2nd പാർട്ട് എന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. രണ്ടാമത് കണ്ട മൂവിയാണ് ബസൂക്ക. മമ്മൂട്ടിയുടെ റീസെൻ്റ്ലി ഇറങ്ങിയ ഒട്ടുമിക്ക പടങ്ങളെല്ലാം നല്ല അടിപൊളി സ്ക്രിപ്റ്റും നല്ല മൂവിയും ആൾ സെലക്ട് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ ബസ്സൊക്കെ കാണാൻ പോയത് ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേട്ടോ. സ്റ്റോറി വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റോറിയാണ്. ഗെയിമാണ്, നമ്മുടെ വീഡിയോ ഗെയിം ഉണ്ടല്ലോ, അതാണ് സ്റ്റോറിയുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഗെയിമിൻ്റെ മോഡലിൽ നടക്കുന്ന റോബറി തെഫ്റ്റൊക്കെയാണ് ഈ സ്റ്റോറി പറഞ്ഞു പോകുന്നത്. ഇതിനകത്ത് മമ്മൂട്ടിയുടെ ഫസ്റ്റ് ഹാഫിൽ മമ്മൂട്ടി ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറായിട്ട് വരുന്നു. ലുക്ക് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും മമ്മൂട്ടി നല്ല അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് നമുക്ക് എൻഗേജിങ്ങും ത്രില്ലിങ്ങുമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ക്യാമറ വർക്ക് അടിപൊളിയാണ്. ഇതിനകത്തൊരു ടെമ്പിൾ റണ്ണൊക്കെ വരുന്നുണ്ട്. ആ ഒരു സീനിനൊക്കെ ക്യാമറ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ. പക്ഷേ 2nd ഹാഫിൽ പല സ്ഥലങ്ങളിലും ഞാനടക്കം തിയേറ്ററിൽ പലരും ഇരുന്ന് ഉറങ്ങുമായിരുന്നു. ഞങ്ങൾ ഓൾറെഡി നൈറ്റ് ഷോയ്ക്കാണ് പോയിരുന്നത്, 11:30 ഷോയ്ക്കാണ് പോയിരുന്നത്. അപ്പോൾ നമുക്കൊരു മൂവി ത്രില്ലിംഗ് കൂടെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉറക്കം വരുമല്ലേ. അപ്പോൾ അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. 2nd ഹാഫ് ഒട്ടും എൻഗേജിങ് ആയിരുന്നില്ല. ഒരുപാട് സ്ഥലത്ത് ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. ഈ മൂവിയുടെ 2nd ഹാഫിൻ്റെ ലാസ്റ്റ് 30 മിനിറ്റ്സ് ആക്ച്വലി മമ്മൂട്ടി ആ ഒരു മൂവി ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയൊരു സ്ഥലമായിരുന്നു കേട്ടോ. കാരണം മമ്മൂട്ടിനെ കുറിച്ച് ഇങ്ങനെ ഇപ്പം ഇറങ്ങിയിരിക്കുന്ന മൂവീസിലൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ മമ്മൂട്ടി ഈ ലെവലിൽ നിൽക്കുന്ന ആ ഒരു ക്യാരക്ടറിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ ലോ ആയ പോലെ തോന്നി. ഒരു കോമാളി പോലെയാണ് ആ ഒരു ലാസ്റ്റ് ഇതിൽ മമ്മൂട്ടീനെ നമുക്ക് തോന്നുന്നത്. അത് മമ്മൂട്ടിക്ക് ആ ക്യാരക്ടർ ചേരാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. വേറെ ഏതെങ്കിലും യങ് സ്റ്റാറാണ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ അത് ഓക്കെ ആയിരുന്നേനെ തോന്നി. 1 ടൈം വാച്ചിന് പറ്റിയ മൂവി തന്നെയാണ്. പക്ഷേ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയത്. OTTയിൽ കണ്ടാലും ഓക്കെ ആയിട്ടുള്ള മൂവിയാണ്. ക്യാമറ വർക്കൊക്കെ അടിപൊളിയാണ്. ബട്ട് സ്റ്റിൽ സ്റ്റോറി വൈസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരാവശ്യമുള്ള മൂവിയല്ല. ഞങ്ങൾ മൂന്നാമത് കണ്ട മൂവിയാണ് ജിംഖാന. ജിംഖാന കാണാൻ പോയപ്പോൾ അത്ര വലിയ പ്രതീക്ഷയൊന്നും വെച്ചിട്ട് പോയതല്ല. കാരണം അതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം ബസൂക്കയാണ് കാണാൻ പോയത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലാണ് ജിംഖാന കാണാൻ പോയത്. പിന്നെ നസ്ലിൻ്റെ ഒരു റൊമാൻറ്റിക് ടൈപ്പ് മൂവി ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ജിംഖാന വളരെ നമ്മളുടെ പ്രതീക്ഷയെ തെറ്റിച്ചൊരു മൂവിയായിരുന്നു. നല്ല ഫീൽ ഗുഡ് മൂവിയായിരുന്നു. ഇത് ആലപ്പുഴയിൽ നടക്കുന്ന ഒരു ജിംഖാനയിൽ നടക്കുന്ന കുറേ ബോക്സിംഗ് പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ മൂവിക്കകത്തുള്ളത്. ഇവർ ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷന് പോവുകയും പിന്നീട് അവിടുന്ന് സ്റ്റേറ്റ് ലെവലിൽ പോവുകയും അതിനിടയിൽ നടക്കുന്ന കുറേ കാര്യങ്ങളാണ് മൂവിയുടെ സ്റ്റോറി ലൈൻ. ഇതിനകത്ത് നമ്മുടെ ലുക്മാനാണ് ഇവരെ കോച്ച് ചെയ്യുന്ന, ഈ ബോക്സിങ്ങിന് കോച്ച് ചെയ്യുന്ന ആൾ. ലുക്മാൻ്റെയും നസ്ലിൻ്റെയും ഒക്കെ റോൾ അടിപൊളിയായിരുന്നു. ഒരുപാട് നല്ല അടിപൊളിയായിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് മൂവിക്കകത്തുണ്ട്. പിന്നെ നമുക്ക് എങ്ങും ബോറടിക്കുന്നതായിട്ടോ, രാത്രി 12 മണിക്കാണ് ഈ ഷോയ്ക്ക് ഞങ്ങൾ പോകുന്നത്. ആ 12 മണിക്ക് പോയ ഷോയ്ക്കകത്ത് ഒരു സ്ഥലത്ത് പോലും ഉറങ്ങാൻ തോന്നുമോ ബോറടിക്കുമോ ഒന്നും ചെയ്തിട്ടില്ല. മൂവി ഉടനീളം നമ്മൾ നല്ല എൻഗേജിങ് ആക്കി നമ്മൾ വെക്കുന്നുണ്ട്. നമ്മൾ നല്ല ഹ്യൂമറസ് ആയി ഫീൽ ഗുഡായി അങ്ങനെ ഇരുന്ന് ഫുൾ മൂവി കാണാൻ പറ്റിയൊരു സിനിമയായിട്ട് തോന്നി. അത് മാത്രമല്ല സിനിമ തീരുമ്പോൾ അയ്യോ തീർന്നോ, കുറച്ചുകൂടെ വേണമായിരുന്നു, ഇതിൻ്റെ 2nd പാർട്ട് വരുമോ, അങ്ങനത്തെ ഒരു ഫീലിലാണ് ഈ മൂവി കണ്ടിറങ്ങിയിരുന്നത്. അത് തന്നെ ഈ മൂവീൻ്റെ ഒരു നല്ലൊരു കാര്യമാണല്ലേ. കാരണം എന്താ വെച്ചാൽ മൂവി നല്ലതായതുകൊണ്ടാണല്ലോ നമ്മൾ പെട്ടെന്ന് തീർന്നോന്ന് തോന്നുന്നത്. നസ്ലിൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലുക്മാൻ്റെ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, അത് അടിപൊളിയാണ്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴേൻ്റെ ഭംഗിയൊക്കെ പല സ്ഥലങ്ങളിലും കാണിക്കുന്നുണ്ട്.
നല്ല മൂവിയായിട്ട് തോന്നി കേട്ടോ. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന മൂവിയാണ്. കാരണം ഇതിൻ്റെ ഫൈറ്റ്സ് ഒക്കെ തിയേറ്ററിൽ പോയി കണ്ടാലേ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇവരുടെ ബോക്സിംഗ് റിങ്ങിലെ കുറേ ഫൈറ്റ് സീൻസും കാര്യങ്ങളും സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് വീട്ടിൽ OTT കണ്ടു കഴിഞ്ഞാൽ അത്രയും തിയേറ്ററിൽ പോയി കണ്ട അത്ര എഫക്റ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് എന്തായാലും കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ ടിക്കറ്റിൻ്റെ റേറ്റ് പോകില്ല, നിങ്ങൾക്കത് വേർത്ത് തന്നെയായിരിക്കും. അതുപോലെ ലാസ്റ്റ് ഞങ്ങൾ കണ്ട പടമാണ് മരണമാസ്. ബേസിൽ ജോസഫിൻ്റെ മൂവിയാണ്. ബേസിൽ ജോസഫിൻ്റെ ഈ മൂവിയുടെ ട്രെയിലർ വന്നപ്പോൾ തന്നെ നമ്മൾ ഇത് തിയേറ്ററിൽ പോയി കാണണം എന്ന് വിചാരിച്ചൊരു മൂവിയാണ് കേട്ടോ. വളരെ എൻഗേജിങ് ആണ്, നല്ലൊരു സ്റ്റോറി ലൈനാണ്. ഈ സ്റ്റോറി പറഞ്ഞു പോകുന്നത് ഒരു സീരിയസ് കാര്യമാണ്. അതായത് ഒരു സൈക്കോപാത്തിൻ്റെ സീരിയൽ കില്ലിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. സീരിയൽ കില്ലിങ് ഈ മൂവിക്കകത്ത് കാണിക്കുന്നതുകൊണ്ട് അത് റിലേറ്റഡാണ് ഈ മൂവി മുഴുവൻ പോകുന്നത്. പക്ഷേങ്കിൽ ഈ സീരിയസ് ടോപ്പിക്ക് പറയുന്നതിൻ്റെ ഇടയിൽ ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കുറേ സ്ഥലങ്ങളിൽ ഇത് കോമിക് രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിലെ കോമഡികൾ അത്ര എറിച്ചില്ല എന്ന് തന്നെ തോന്നി. അതുപോലെ ചില ക്യാരക്ടേഴ്സ് ഈ മൂവിക്കകത്ത് ഒരു ആവശ്യമില്ലാത്ത ക്യാരക്ടേഴ്സായിട്ടും തോന്നി. ഫോർ എക്സാമ്പിൾ ബാബു ആൻ്റണിയുടെ ഒക്കെ ക്യാരക്ടറുണ്ട്, ഒരു പട്ടീനെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ആക്ച്വലി ഈ മൂവിക്കകത്ത് ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, ആക്ട് അല്ല എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ വൺ ടൈം വാച്ചിന് ഓക്കെ ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ് കേട്ടോ. ബേസിൽ ജോസഫിൻ്റെ ഒരു നമ്മുടെ കുഞ്ഞിരാമായണം ഒക്കെ ഒരു ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ബേസിൽ ജോസഫിൻ്റെ ഈ മൂവിക്കകത്തുള്ളത്. നന്നായിട്ട് തന്നെ ബേസിൽ ജോസഫ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആക്ടേഴ്സൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റുന്ന മൂവിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു വൺ ടൈം വാച്ചിന് പറ്റിയൊരു മൂവി തന്നെയാണ്. പിന്നെ വിഷുവിൻ്റെയൊക്കെ സമയത്ത് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം, ചില്ല് ചെയ്യാം. പ്ലസ് അതിനകത്തൊരു ത്രില്ലറും സൈക്കോയും സീരിയൽ കില്ലിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതായത് ഒരു കംപ്ലീറ്റ് പാക്ക് എന്ന് തന്നെ പറയാൻ പറ്റും. നല്ലൊരു മൂവി തന്നെയാണ്. അങ്ങനെ ഈ 4 മൂവീസാണ് ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്ത മൂവീസ്. ഇതിനകത്ത് എല്ലാ മൂവീസും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ മൂവീസാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷേങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണെന്ന് മാത്രം. ഇപ്പോൾ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ മേ ബി ബസൂക്ക ഇഷ്ടപ്പെടുമായിരിക്കും. മാസ് പടങ്ങൾ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ എമ്പുരാൻ ഓഫ് കോഴ്സ് ഇഷ്ടപ്പെടുമായിരിക്കും. ഇനി ഫീൽ ഗുഡ് മൂവിയായിട്ട് ഫാമിലി ആയിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് വരാൻ പറ്റുന്ന മൂവിയാണെങ്കിൽ ജിംഖാന നല്ലൊരു മൂവിയാണ്. മരണമാസം എന്ന് പറയുന്നൊരു കംപ്ലീറ്റ് പാക്കേജാണ്. പക്ഷേ ചില കോമഡികളും കാര്യങ്ങളും ഒന്നും നേർച്ചില്ല എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മരണമാസം നല്ലൊരു മൂവി തന്നെയായിട്ടാണ് തോന്നിയത്. ഈ 4 മൂവീസ് നിങ്ങൾ പോയി കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.